നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ബി.ജെ.പി. ഇപ്പോൾ ഊറിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്, പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അവർ ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു: ഇനി പാലക്കാട് സീറ്റ് തങ്ങൾക്ക് പിടിക്കാൻ കഴിയുകയില്ല. കാരണം അത്രയ്ക്ക് ആധികാരികമായ വിജയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ബൈ ഇലക്ഷനിൽ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് കരസ്ഥമാക്കിയത്. അതുകൊണ്ട് ഇനി പാലക്കാട് സീറ്റോ പാലക്കാട് നഗരസഭയോ നമ്മളുടെ കയ്യിലേക്ക് വരില്ല, നമ്മൾക്ക് പിടിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം എത്തിച്ചേർന്നിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുന്ന കാലത്തോളം ആ സീറ്റിന് പിടിക്കാൻ കഴിയില്ല എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ കാര്യങ്ങളെല്ലാം പെട്ടെന്നാണ് കീഴ്മേൽ പറഞ്ഞത്. രാഷ്ട്രീയം അങ്ങനെയാണല്ലോ, എന്തും എപ്പോഴും എവിടെയും സംഭവിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണം ഉയരുകയും കോൺഗ്രസ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ആ ലൈംഗിക ആരോപണങ്ങൾക്ക് കാഠിന്യം വർദ്ധിക്കുകയും അവസാനം അദ്ദേഹത്തിനെതിരെ നിർബന്ധിത ഗർഭചിത്രമടക്കമുള്ള കുറ്റം ചുമത്തി അതിജീവിതയുടെ പരാതിയിൽ കേസെടുക്കുകയും ചെയ്തതോടെ കളം മാറി എന്ന് ബി.ജെ.പിക്ക് മനസ്സിലായി. പാലക്കാട് CPM ഒരു ശക്തിയല്ല, അവിടെ ബി.ജെ.പിയും കോൺഗ്രസുമാണ് ശക്തികൾ. ഷാഫി പറമ്പിൽ ഉള്ളത് കൊണ്ടാണ് നേരത്തെ ബി.ജെ.പിക്ക് പാലക്കാട് സീറ്റ് പിടിക്കാൻ പറ്റാതെ പോയത്. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നപ്പോഴും അവർക്ക് കാര്യം മനസ്സിലായി, രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാൽ പിന്നെ അപ്പോഴും ഈ സീറ്റ് തങ്ങൾക്ക് പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്ന ആലോചനയിൽ ഇരിക്കുമ്പോഴാണ് രാഹുലിനെതിരെയുള്ള ഈ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു വന്നത്. അത് കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ CPM ശ്രമിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ബി.ജെ.പിയുടെ പുഞ്ചിരി വിടർന്നത്. കാരണം തങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വരാതെ, അല്ലെങ്കിൽ തങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊന്നും അധ്വാനിക്കാതെ CPM തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും കാര്യം ഭംഗിയായി നോക്കിയെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് ബി.ജെ.പിക്ക് വീണ്ടും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഒരു ആശ തോന്നി തുടങ്ങിയത്. അങ്ങനെ അവർക്ക് ഒരു ആഗ്രഹം തോന്നി തുടങ്ങി, ഇനി പാലക്കാട് മണ്ഡലം തങ്ങൾ വിചാരിച്ചാൽ തങ്ങളുടെ കയ്യിലിരിക്കും. പ്രശാന്ത് ശിവൻ എന്ന തങ്ങളുടെ ജില്ലാ പ്രസിഡന്റിനെ തന്നെ അവിടെ മത്സര രംഗത്തിറക്കാനും അവർ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റി തങ്ങളുടെ കൈവശം, കാരണം വളരെ മോശം ഭരണമായിരുന്നു ബി.ജെ.പിയുടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ. അവിടെ ആളുകളെല്ലാം ബി.ജെ.പി. ഭരണത്തെ വെറുത്ത് കഴിഞ്ഞു. അഴിമതി ആരോപണങ്ങളും മറ്റ് പല ആരോപണങ്ങളും ആ ബി.ജെ.പി. മുനിസിപ്പൽ കൗൺസിലിനെതിരെ ഉയരുകയും ചെയ്തു. ഇത്തവണ ഒരുപക്ഷെ ബി.ജെ.പിക്ക് ഭരണം കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥ വരെ അവിടെ സംജാതമായി. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചില ഇടപെടലുകൾ ബി.ജെ.പിയെ അസ്തപ്രജ്ഞരാക്കി മാറ്റുകയും ചെയ്തു. കൃത്യമായ ചില രാഷ്ട്രീയ ഇടപെടലുകൾ രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. കാരണം നല്ല കരുത്തനായ രാഷ്ട്രീയ നേതാവ് തന്നെയാണ് രാഹുൽ. അതുകൊണ്ട് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ബി.ജെ.പിക്ക് വലിയൊരു തലവേദന സൃഷ്ടിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ അതെല്ലാം ഒഴിഞ്ഞു മാഞ്ഞു. രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലാകുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇനി ബി.ജെ.പിയുടെ കയ്യിലിരിക്കും പാലക്കാട് എന്നാണ് അവർ പറയുന്നത്. അവരുടെ പല നേതാക്കളും നമ്മളോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ കേസ് മുറുകി മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ സീറ്റിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി ജയിക്കും. അത് നിങ്ങൾ എഴുതി വച്ചോ എന്നാണ് ബി.ജെ.പി. നേതാക്കൾ പലരും പറയുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ മാത്രമേ കോൺഗ്രസിനെ അവിടെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ബാക്കി ഏത് നേതാവ് പാലക്കാട് മത്സരിച്ചാലും ബി.ജെ.പി. ആ സീറ്റ് പിടിക്കും. പാലക്കാട് ഹൈന്ദവ വോട്ടുകളെ തിരിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുപോകാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞുവെന്ന് ബി.ജെ.പി. തന്നെ അംഗീകരിക്കുന്നുണ്ട്. ആ ഒരു അവസ്ഥയിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ ഇനി സാധ്യതയില്ല, അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയില്ല എന്നുള്ളതിനാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും അവിടെ നിർത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരായാലും അവർക്ക് അവിടെ നിന്ന് വിജയിക്കാൻ കഴിയില്ല. അവിടെ ബി.ജെ.പി. സ്ഥാനാർത്ഥി വിജയിക്കും. അപ്പോൾ വെറുതെ ചുമ്മാ ഒരു സീറ്റ് കൊണ്ടേ ബി.ജെ.പിയുടെ കയ്യിലേക്ക് വച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്കായി കാര്യങ്ങൾ. നിയമമൊക്കെ ബി.ജെ.പിക്ക് ഫൈറ്റ് ചെയ്ത് മാത്രമേ നേടാൻ കഴിയുള്ളൂ. നിയമത്തിൽ നല്ല സ്ഥാനാർത്ഥികളായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ പാലക്കാട് ഒരു പറ്റിയ സ്ഥാനാർത്ഥി BT ബൽറാമിൻ തൃത്താലെ തന്നെ മത്സരിക്കുന്നതാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു പ്രമുഖനായ നേതാവ് ഇല്ല പാലക്കാട് മത്സരിക്കാൻ. പാലക്കാട് മണ്ഡലത്തിൻ്റെ ആ ഒരു സ്വഭാവം, സാമൂഹിക സാംസ്കാരിക സാമുദായിക സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം പിന്നെ BT ബൽറാം മത്സരിച്ചാൽ എന്തെങ്കിലും പ്രതീക്ഷ കോൺഗ്രസിനുള്ളൂ. അവിടെ മത്സരിക്കാൻ സാധ്യതയില്ലെന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അടുത്ത തവണ ആ സീറ്റ് ബി.ജെ.പിക്ക് തന്നെ ഉറപ്പിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ പോകുന്നത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വരുമ്പോൾ CPM ഊറിച്ചിരിക്കുന്നത് ബി.ജെ.പി. തന്നെയാണ്.